ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന താരമാണ് ഫഹദ് ഫാസിൽ. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയത്തോടൊപ്പം സംവിധായകൻ ഫാസിലിന്റെ മകൻ എന്ന നിലയിൽ ഒത്തിരി വിമർശനങ്ങളും നേരിട്ടു. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമ കണ്ട ഫഹദിന്റെ തിരിച്ചുവരവാണ് ഉണ്ടായത്. രണ്ടാം വരവിൽ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ഏറ്റവും മികച്ച രീതിയിലാണ് ഫഹദ് ഫാസിൽ ചെയ്തത്. മലയാളത്തേക്കാൾ ഇപ്പോൾ അന്യഭാഷയിൽ തിരക്കുള്ള നടനാണ് ഫഹദ് ഫാസിൽ. വേട്ടയ്യൻ എന്ന രജനികാന്ത് ചിത്രത്തിലും ഫഹദ് ഫാസിൽ കയ്യടി നേടിയിരുന്നു. ഫഹദിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ലാൽ ജോസ്. വർഷങ്ങൾക്ക് മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടറാക്കണമെന്ന് പറഞ്ഞ് ഫഹദ് തന്നെ കാണാൻ വന്നിരുന്നുവെന്നും എന്നാൽ ഫഹദിനോട് ഒരു നടനാവാനാണ് താൻ പറഞ്ഞതെന്നും ലാൽ ജോസ് പറയുന്നു. ലാൽ ജോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഫഹദ് എന്നെ കാണാൻ വന്നിരുന്നു. പഠനമെല്ലാം കഴിഞ്ഞ് അമേരിക്കയിൽ നിന്നും തിരിച്ചു വന്ന സമയത്തായിരുന്നു ഫഹദ് എന്നെ കാണാൻ വന്നിരുന്നത്. എന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആകണമെന്നാണ് പറഞ്ഞത്. നല്ല വെളുത്തു ചുവന്ന് ആപ്പിൾ പോലിരിക്കുന്ന നീ അസിസ്റ്റന്റ് ഡയറക്ടറായി വെയിൽ കൊള്ളേണ്ട എന്നായിരുന്നു അന്ന് ഞാൻ അവനോട് പറഞ്ഞത്. നിന്നെ നായകനാക്കി ഞാനൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കളിയാക്കല്ലേ എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, നീ നടനാവേണ്ട ആളാണ്, നിനക്ക് നടനാകാൻ സാധിക്കും. ഫഹദിനെ വെച്ച് അക്കാലത്ത് ഞാനൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു. മദർ ഇന്ത്യ എന്നായിരുന്നു അതിന്റെ പേര്. ഫഹദായിരുന്നു ആ സിനിമയിലെ നായകനും വില്ലനും. എന്നാൽ ഫഹദാണ് നടനെന്നറിഞ്ഞപ്പോൾ നിർമ്മാതാക്കളെല്ലാം പിന്മാറി. കാരണം ഫഹദിനെ അവർക്ക് അറിയില്ല. ആകെ അറിയാവുന്നത് ആദ്യം ചെയ്ത കയ്യെത്തും ദൂരത്ത് എന്ന സിനിമ മാത്രമാണ്. 19-ാം വയസ്സിൽ അവൻ ചെയ്തൊരു സിനിമയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവനെ ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ നടക്കാതെ പോയൊരു ചിത്രമായിരുന്നു അത്. ലാൽ ജോസ് പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.